നമ്മൾ പറയും എൻ്റെ ശരീരമാണെന്ന് പറയും. അതിന് ഇത് നിന്റെ അല്ല, ഇത് എൻ്റെതല്ല. ഇതിൻ്റെ യഥാർത്ഥ ഉടമ ആരാണോ ഇതിനെ ഉണ്ടാക്കിയെടുത്തത് അയാളാണ്. അയാൾ ഇതിനുള്ളിലിരുന്ന് എന്നെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുകയാണ്. എന്താ ചെയ്യിപ്പിക്കണേ? ഞാൻ ഇയാൾക്ക് സുഖമായിട്ട് എൻ്റെ ഉള്ളിൽ ഇരിക്കാൻ ഞാൻ ശ്വസിച്ചു കൊടുക്കണം. അയാൾക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇതിനുള്ളിൽ ഇരിക്കാൻ ഞാൻ വെള്ളം കുടിച്ചു കൊടുക്കണം സമയത്ത്. ഇല്ലെങ്കിൽ എന്നെ ശല്യപ്പെടുത്തി കളയും. ഞാൻ നല്ല വായുവാണ് എന്ന് ഉറപ്പുവരുത്തി ശ്വസിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിക്കും, കഷ്ടപ്പെടുന്നു. ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ പറയണോ? അയാൾക്ക് അവിടെ സുഖമായിട്ടിരിക്കാൻ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. വെള്ളത്തിന് വരെ ഞാൻ ചായയും ചാരായവും ഒക്കെ കുടിക്കുമോ എന്നുള്ളത് വേറൊരു കാര്യം. അപ്പം ഞാനും അയാളും തമ്മിലൊരു സംഘട്ടനം വരും. ഈ സംഘട്ടനം പാടില്ല. ആഹാരത്തിലായാലും പാനീയങ്ങളിലായാലും ശ്വസനത്തിലായാലും ഉള്ളിലിരിക്കുന്ന ജീവനും ഞാനും തമ്മിൽ സംഘട്ടനം വന്നാൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ, പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. തീപ്പൊള്ളലിന്റെ പ്രകൃതി ചികിത്സ, തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ, കുമളയ്ക്കാത്ത രീതിയിൽ, പൊള്ളി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ്. അതുപോലെയുള്ള ലളിതമായ രീതികളാണ് 23 തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത്. പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം, ഓൺലൈനിൽ വരുത്താം. 9496044503 അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ 14 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും. ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം. 250 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഉള്ളിലിരിക്കുന്ന ജീവനും ഞാനും തമ്മിൽ സംഘട്ടനം വന്നാൽ തകരുന്നത്, അനുഭവിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ആസ്തമയായിട്ടും ബ്ലോക്കായിട്ടും അറ്റാക്കായിട്ടും സ്ട്രോക്കായിട്ടും ഞാൻ അനുഭവിക്കേണ്ടി വരും. അത് ഈ പ്രാണനെ പീഡിപ്പിക്കുന്നത് കൊണ്ടാണ്. എന്തിനാ ഭക്ഷണം കഴിക്കണേ? എൻ്റെ രുചിക്ക് വേണ്ടി. എന്തൊരു രുചിയാണ്! അച്ചാറിൻ്റെ ഒരു രുചി കൊണ്ട് തല കൊട്ടിപ്പോവുക. എൻ്റെ രുചിക്ക്, എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ കൊതി കാരണമാണ് ഞാൻ തിന്നുന്നതെന്നാണ് മണ്ടൻ എൻ്റെ വിചാരം. ഈ ഉള്ളിലിരിക്കുന്ന ആൾക്ക് ഇതിനുള്ളിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ ഞാൻ സമയാസമയങ്ങളിൽ തിന്നു കൊടുത്താലേ പറ്റുള്ളൂ. അതിന് എന്നെ കൊണ്ട് ശാപ്പാടെന്ന് പറഞ്ഞ പങ്കപ്പാട് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ ബോണസ് തന്ന് അതിലൊരു സുഖം തന്നപ്പോൾ ഞാൻ കരുതുന്നത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കഴിക്കുന്നതാണ്. കഴിച്ചില്ലെങ്കിലേ എന്നെ ദുരിതം അനുഭവിപ്പിക്കും, എന്നെ ദ്രോഹിക്കും. ഇതാണ് പ്രാണനും ഞാനും തമ്മിലുള്ള ഈ വ്യത്യാസം. എന്ന് നിങ്ങൾ അറിയുന്നോ, അതറിഞ്ഞ് ജീവിക്കുന്ന അന്ന് തുടങ്ങി നിങ്ങൾ യോഗികളായി, യോഗമുള്ളവരായി. അത് കല്യാണം കഴിച്ചില്ല എന്നുള്ളത് ഒന്നുമല്ല. ഈ ലളിതമായ ബന്ധം, പ്രാണനും ഞാനും തമ്മിലുള്ള ബന്ധം, പ്രാണനെ പീഡിപ്പിക്കാതെ മുന്നോട്ട് പോകണം, പ്രാണനും ഞാനും കൂടെ അറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ജ്ഞാനം എന്നുണ്ടാകുന്നോ അന്ന് നിങ്ങൾ രക്ഷപ്പെടും. അല്ലായെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മരുന്നുകൊണ്ട് സൂത്രപ്പണി ചെയ്ത് ഇതിനെ ജീവനെ സമാധാനിപ്പിച്ച് കൊണ്ടു നടക്കാന്നുള്ള മൗഢ്യ ചിന്തയിൽ, തെറ്റായ ചിന്തയിൽ അകപ്പെടും. പലരുടെയും വിചാരം ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടും കൊതി കൊണ്ടുമാണ്. ഒന്നുമല്ല. നീ ബന്ധപ്പെട്ടില്ല എങ്കിൽ തലമുറ ഉണ്ടാവില്ല, ജീവൻ ഈ പ്രപഞ്ചത്തിൽ തുടർ ചലനങ്ങൾ ഉണ്ടാവില്ല, തുടർ ജീവിതം ഉണ്ടാവില്ല. ഒരു 10 മാസം ഈ വയറും ചുവന്ന് നടന്ന് പിന്നെ അതിൻ്റെ എന്താണ് മൂത്രവും മലവും ഒക്കെ കോരി ഒരു കൊച്ചിനെ വളർത്തിയെടുക്കുന്ന ദുരിതം ഓർത്താൽ, അതിൽ ദുരിതം ഇത് മാത്രമേ ഉള്ളെന്ന് വെച്ചാൽ ആരെങ്കിലും ഈ പണിക്ക് പോകുമോ? അപ്പം അതിലൊരു ബോണസ് വന്നിരിക്കണം. അത് എൻ്റെ സന്തോഷം കൊണ്ടാണ്. ഈ തരത്തിൽ നിന്നെ പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ടു നടക്കുകയാണ് ജീവൻ. ഇതറിയാത്ത വിഡ്ഢിയാണ് കൊതി വന്നപ്പോൾ ഞാൻ കഴിച്ചുപോയി. തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്.
ഈ ആത്മതലത്തിലുള്ള ജീവിതത്തിലേക്ക് പ്രാണനെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, പ്രകൃതി ജീവനത്തിലേക്ക് വരുമ്പോൾ അറിയാതെ കൂടെ നിങ്ങളുടെ ജീവിതം മാറും. ട്രാക്ക് പുതിയൊരു പാളത്തിലേ നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചെറിയൊരു കാര്യമല്ല ഇത്. അസാധാരണമായ ജന്മഭാഗ്യം, ജന്മസുഹൃതമുള്ളവർക്ക് മാത്രമേ ഈ പ്രകൃതി ജീവനം മനസ്സിലാക്കാനും അതിലൂടെ മുന്നോട്ട് നീങ്ങാനും സാധിക്കുകയുള്ളൂ. ഇങ്ങോട്ട് കടക്കണമെങ്കിൽ ആ ഭാഗ്യം വേണം. കടന്നാൽ ഇവിടെ കിടക്കണമെങ്കിൽ അത് കൂടുതൽ വേണം. കിടന്നാൽ തന്നെ തുടരാൻ അതിലേറെ വേണം. ചില ആളുകളോട് വന്ന് 3-ാം ദിവസം വാലും പൊക്കി ഓടുകയാണ്. ഇത് ഞമ്മക്ക് പറ്റില്ലേ, ചോറും ഇല്ല, അച്ചാറും ഇല്ല, പപ്പടവും ഇല്ല, എന്താണിത്, പച്ച തിന്നാൻ പറയുക. എന്നോടൊരു ഉമ്മ പറഞ്ഞ്, മോനെ ഓന് 7 ദിവസമായി പട്ടിണി കിടക്കും, ഒന്നും കഴിച്ചിട്ടില്ല. 7 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഉമ്മ, ഒന്നും തന്നിട്ടില്ലേ? അല്ല അല്ല പയം മാത്രമേ കൊടുക്കണുള്ളേ. ഞാൻ ചോദിച്ചു എത്ര നേരം? അതൊരു 3-4 നേരമൊക്കെ പയം കൊടുക്കണുണ്ട്, പക്ഷെ ആഹാരം ഒന്നും കൊടുക്കണില്ല. പഴം ഭക്ഷണമല്ല എന്നുള്ളൊരു ചിന്തയാണ് ആളുകൾക്കുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ചോറ് കൊടുക്കുന്നവരുണ്ട്, റാഗിയുടെ കുറുക്ക് കൊടുക്കുന്നവരുണ്ട്, രാവിലെ റാഗിയുടെ കുറുക്ക്, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നവരുണ്ട്, ചപ്പാത്തി കൊടുക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ. പക്ഷേ ഭക്ഷണം വേവിക്കാൻ അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ കൂടുതൽ ഊർജം ചെലവാക്കുന്ന തരത്തിലുള്ള ഭക്ഷണം കൊടുത്താൽ രോഗമാറ്റത്തിന് ഊർജം ചെലവാക്കാൻ ബാക്കി ഉണ്ടാവില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ നമ്മൾ ഭക്ഷണം കൊടുക്കും? ഒരു രോഗി, അവശതയിലായ ഒരു രോഗി വരികയാണ്. ആരോഗ്യമുള്ളവർക്കല്ലേ ആഹാരം ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ ആഹാരം ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. കരിക്കും വെള്ളം ദഹിപ്പിക്കാൻ വലിയ ആരോഗ്യമൊന്നും വേണ്ട, വലിയ ഊർജം വേണ്ട. പക്ഷെ പഴം ദഹിപ്പിക്കാൻ കരിക്കും വെള്ളത്തേക്കാൾ കൂടുതൽ ഊർജം വേണം. ചോറൊക്കെ ആണെങ്കിൽ കൂടുതൽ ഊർജം വേണം, ചപ്പാത്തി ആണെങ്കിൽ അതിനേക്കാൾ ഊർജം വേണം. അപ്പൊ പിന്നെ രോഗം മാറ്റാനുള്ള ഊർജം എവിടെ ഉണ്ടാകും? ഈ വരുന്ന ശരീരത്തിൽ ആകെയുള്ള ഊർജം കൊണ്ട് പതുക്കെ പതുക്കെ അയാളുടെ അവയവങ്ങൾ ശക്തിപ്പെടുത്തി, ഗ്രന്ഥികൾ ശക്തിപ്പെടുത്തി, ഹോർമോണുകൾ ശക്തിപ്പെടുത്തി പതുക്കെ പതുക്കെ എടുക്കാനേ പറ്റുള്ളൂ. അയാൾക്ക് കൊതിയുണ്ടാവും. അയാൾക്ക് ഹലുവ കിട്ടിയ, കോഴിക്കോടൻ ഹലുവ കിട്ടിയ അപ്പം തിന്നണമെന്നൊക്കെ കൊതിയുണ്ടാവും. പക്ഷേ മനസ്സിൻ്റെ ആർത്തിയും ശരീരത്തിൻ്റെ അവസ്ഥയും യോജിച്ചു പോവില്ല എന്ന് വരും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് മാത്രമേ പ്രകൃതി ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാവൂ.